മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഡൽഹിയിൽ രാജ്യസഭാ എംപിമാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വൻ തീപിടുത്തം. ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് അപകടമുണ്ടായത്. അഗ്നിരക്ഷാസേന തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് സുധാബി ചേരുന്നു. അജയ്, ഇതെപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഈ തീയണയ്ക്കാനുള്ള ശ്രമം, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? ഇന്ന് ഉച്ചയ്ക്ക് 12:30-1 മണിക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നാണ് വിവരം ലഭിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ദീപാവലി കാലമാണ്. ഡൽഹിയിൽ ഈ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഇവിടേക്ക് തീ പടർന്നു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ, ഈ എംപിമാർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ആദ്യത്തെ നിലയിൽ ഒരു ഗോഡൗൺ പോലൊരു ഭാഗമുണ്ടായിരുന്നു. ഇവിടെ ചില പഴയ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് തീ പടരുകയും അതിനെ തുടർന്ന് അത് മറ്റ് നിലകളിലേക്ക് ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ നില, ഈ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ, ഈ തീപിടിച്ച ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആദ്യത്തെ നില പൂർണ്ണമായിട്ട് കത്തി നശിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇവിടെ ഈ ഗോഡൗണിൽ തീപിടിച്ച് അത് ആദ്യം ഒരു ഫ്ലാറ്റിലേക്ക് പടർന്നു. അതിനുശേഷം അത് മറ്റ് ഫ്ലാറ്റുകളിലേക്കും തുടർന്ന് പടർന്നു പിടിക്കുകയായിരുന്നു. ഒന്നാമത്തെ നില പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. രണ്ടാമത്തെ നിലയിലും സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് തീ പടർന്നതിനാൽ പെട്ടെന്ന് തന്നെ മറ്റ് നിലകളിലേക്ക് ഇങ്ങനെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഇപ്പോഴും ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീ അണയ്ക്കാനായിട്ട് ശക്തമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റുകളാണ് സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അവർ പുറത്തു നിന്ന് അകത്തേക്ക് വെള്ളം ചീറ്റി തീ ഇപ്പോൾ നിലവിൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യസഭാ സമ്മേളന കാലം അല്ലാത്തതുകൊണ്ട് എംപിമാർ അധികം പേരൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ അവരുടെ ജീവനക്കാരും അതുപോലെ തന്നെ ചില കുടുംബാംഗങ്ങളും ഈ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇവർക്ക് ആർക്കും ആളപായം ഏറ്റിട്ടില്ല എന്നുള്ളത് തീർത്തും ആശ്വസിക്കാവുന്ന കാര്യമാണ്. ആർക്കും പരിക്കേറ്റിട്ടില്ല, ആളപായമില്ല എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 8 നിലകളുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു തീപിടുത്തമുണ്ടായത്. പല ഉപകരണങ്ങളും അതുപോലെ തന്നെ ഓഫീസുകൾ, ഈ എംപിമാരുടെ ഓഫീസുകളിൽ ചിലതും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇക്കാര്യം സ്ഥിരീകരിക്കാറായിട്ടില്ല. നിലവിൽ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത്, ഇപ്പോൾ ദീപാവലി കാലമായതിനാൽ തന്നെ ഇതിൻ്റെ ഈ ഫ്ലാറ്റിന് പുറത്ത് വെച്ച് ചില കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ നിന്ന്, പടക്കങ്ങളിൽ നിന്ന് തീ പടർന്നത് ആകാം എന്നാണ് നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എംപിമാരുടെ ഓഫീസുകൾ ഉൾപ്പെടെ കത്തി നശിച്ച സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ അപകടമാണ്. അതീവ സുരക്ഷാ മേഖല ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഈ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റ്സിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ വ്യക്തമായിട്ടുള്ള ഒരു വിവരം, ഇതിൻ്റെ ഒരു ചിത്രം പുറത്തു വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 6 അഗ്നിരക്ഷാസേന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആളുകളാരും ഫ്ലാറ്റിനകത്ത് തീപിടുത്തം നടന്ന സമയത്ത് ഇല്ലായിരുന്നെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഫ്ലാറ്റിനകത്ത് തീർച്ചയായിട്ടും ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമ്മേളന കാലം അല്ലാത്തതുകൊണ്ട് എംപിമാരാരും ഫ്ലാറ്റിനകത്ത് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്നാൽ അവരുടെ കുറച്ചെങ്കിലും എംപിമാരുടെ സ്റ്റാഫുകളും അതുപോലെ തന്നെ ചില കുടുംബാംഗങ്ങളും ഫ്ലാറ്റിനകത്തുണ്ടായിരുന്നു. എന്നാൽ തീപിടിച്ച്, ഈ ഗോഡൗണിനകത്ത് തീപിടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ പെട്ടെന്ന് തന്നെ ഈ പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയൊരു അപകടമുണ്ടായത് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ ഗോഡൗണിൽ ആണ് ആദ്യഘട്ടത്തിൽ തീപിടിച്ചത്. ആദ്യഘട്ടത്തിൽ ഗോഡൌണിൽ തീപിടിച്ചപ്പോൾ തന്നെ ഈ ജീവനക്കാർക്ക്, ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് മറ്റുള്ളവരെ വിവരം അറിയിക്കാനും ഇവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടാനും സാധിച്ചു. അത് കാരണമാണ് ആർക്കും നിലവിൽ പരിക്കേറ്റിട്ടില്ലാത്തത്. വലിയൊരു അപകടമാണ് ഇതിലൂടെ ഒഴിവായത്. ഒരുപക്ഷെ ലോക്സഭാ സമ്മേളന കാലമായിരുന്നുവെങ്കിൽ എംപിമാരുൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്കും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളിലേക്കും
ഇത് കൊണ്ട് എത്തിച്ചേനെ. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല എം പിമാരുടെയും ഓഫീസുകൾ ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട്. പല നിർണായകമായിട്ടുള്ള രേഖകളും കത്തി നശിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഒന്നാമത്തെ നില പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഗോഡൌണിൽ നിന്ന് മറ്റ് ഫ്ലാറ്റുകളിലേക്ക് പടർന്ന ആ ഒന്നാമത്തെ നിലയിലെ ഫ്ലാറ്റുകളെല്ലാം പൂർണ്ണമായിട്ട് നശിച്ചു. രണ്ടാമത്തെ നിലയിലും ഭാഗികമായിട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോഴും ഏതെങ്കിലും ഫ്ലാറ്റിനകത്ത് തീ നിലവിലും പടർന്ന് പിടിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തായാലും അഗ്നിരക്ഷാസേന ഇപ്പോൾ ഏകദേശം ഏറെക്കുറെ തീ അണച്ചു നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിലെ ഒരു സ്ഥിതിഗതികൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ഇതിലെന്തെങ്കിലും മറ്റ് കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഡൽഹിയിൽ രാജ്യസഭാ എം പിമാർ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് വൻ തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു.